ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ RRB ALP 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആവറേജിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ക്ലാസ്സിൽ പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ആവറേജ് 80 ആണ്. 5 സ്റ്റുഡൻസ് 40 ഉള്ളവർ എക്സ്ക്ലൂഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ളവരുടെ ആവറേജ് 90 മാറി. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, 3 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. നോർമലി ആദ്യമേ നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് പറയുന്നത് ആദ്യമേ എത്രയോ നമ്പർ ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. സപ്പോസ് ഞാനത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ സമ്മ് എന്ന് പറയുന്നത് 80 × X ആയിരിക്കും. ഇനി 5 പേര് 40 കൊണ്ട് പോയി. അപ്പോൾ ബാക്കിയുള്ളവരുടെ ആവറേജ് 90. ബാക്കി എന്ന് പറയുമ്പോൾ X-5 വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 90x - 450. ഓക്കെ, 80x - 200. 10x എന്ന് പറയുമ്പോൾ 450 നിന്ന് 200 കുറച്ചിട്ട് 280 എന്ന് പറഞ്ഞു വരും. എക്സിൻ്റെ വാല്യൂ 25 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഇനി നമ്മൾ നേരത്തെ നോക്കിയ ഡീവിയേഷൻ അനുസരിച്ച് ടോട്ടൽ എക്സ് ആൾക്കാരുണ്ട്. അവർ ആവറേജ് 80 ആണ്. അതിൽ 5 പേരുടെ ആവറേജ് 40 ആണ്. ദെൻ X - 5 ആൾക്കാർ ആവറേജ് 90 ആണ്. ഓക്കെ, ടോട്ടൽ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീവിയേഷൻ യൂസ് ചെയ്യാം. ആദ്യത്തെ 5 പേരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 40 ഉള്ളൂ. 80 വേണമായിരുന്നു. ദാറ്റ് മീൻസ് അവർക്ക് 40 കുറവാണ്. പ്ലസ് പിന്നെയുള്ള X - 5 പേരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവർക്ക് 90 ഉണ്ട്. 80 മതി. ദാറ്റ് മീൻസ് 10 കൂടുതലാണ്. ഇനി ഇവിടെയാണെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ നെറ്റ് ഡീവിയേഷൻ 0 ആയിരിക്കും. ഓക്കെ, ദെൻ -200 + 10x - 50 = 0. 10xൻ്റെ വാല്യൂ 250. എക്സിൻ്റെ വാല്യൂ 25. ഇത് ഒരു മെത്തേഡ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോജിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എഫേർട്ട് ഇല്ലാതെ നമുക്കിത് ചെയ്യാം. ഓക്കെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ 5 പേർക്ക് 40 ഉണ്ടായിരുന്നത്. ടോട്ടൽ ആവറേജ് 80 അപ്പോൾ ഇവന്മാർക്ക് 40 ഉള്ളത് കൊണ്ട് തന്നെ ഇവന്മാർ പോകുമ്പോൾ ആവറേജ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കൂടുന്നു, 90 ആകുന്നെന്ന് പറയുന്നുണ്ട്. അതായത് ആവറേജ് 10 കൂടി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ 10 കൂടിയെന്ന് ആലോചിക്കുക. നമ്മുടെ 5 പേരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ 40 കുറവായിരുന്നു. 40 കുറവായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ടോട്ടൽ എക്സ് ആൾക്കാരല്ലേ. ആ ബാക്കിയുള്ള ആൾക്കാർ ഈ 5 പേരെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ കുറവ് നികത്തുമായിരുന്നു. ഇവരുടെ ഈ 40 എന്നുള്ള കുറവ് നികത്തുമായിരുന്നു. ഓക്കെ, 80 ആകാൻ വേണ്ടി ബാക്കിയുള്ള X - 5 പേര് എന്ത് ചെയ്യുമായിരുന്നു? ഇവർ ഈ കുറവ് നികത്തുമായിരുന്നു. അപ്പോൾ ഇവർ പോകുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യും? അത് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയിട്ടാണ് 10 കൂടുന്നത്. സോ ഇതാണ് നമുക്ക് ലോജിക്കലായിട്ട് ഉള്ള ഇത് വരുന്നത്. സോ ഇതിൽ നിന്ന് X - 5 എന്ന് പറയുമ്പോൾ 20 എന്ന് പറഞ്ഞു വരും. എക്സിൻ്റെ വാല്യൂ 25 എന്ന് പറഞ്ഞു വരും. സോ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക.